بعد സഹീഹ് തർഗീബ് തർഹീബിലെ കിതാബുൻ നവാഫിലിൽ രാത്രി കിടക്കുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്റുകളും അതുപോലെ അള്ളാഹുവിനെ സ്മരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളിൽ അടുത്തത് وعن عبد الله بن عمرو رضي الله عنهما عن النبي صلى الله عليه وسلم قال خصلتان أو خلتان لا يحافظ عليهما عبد مسلم إلا دخل الجنة. രണ്ട് കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഒരു മുസ്ലിം കാത്തു സൂക്ഷിക്കുകയാണ് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഹുമാ യസീറുൻ, അത് വളരെ എളുപ്പമുള്ളതാണ് രണ്ട് കാര്യങ്ങളും. വമൻ യഅമൽ ബിഹിമാ ഖലീലുൻ, പക്ഷേ അത് പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. എന്നിട്ട് ആ രണ്ട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസബ്ബിഹു ഫീ ദുബരി കുല്ലി സലാത്തിൻ അശ്റൻ വയഹ്മദു അശ്റൻ വയുകബ്ബിറു അശ്റൻ. എല്ലാ നിസ്കാര ശേഷവും 10 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറയുക, 10 തവണ അൽഹംദുലില്ലാഹ് എന്ന് പറയുക, 10 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുക. ഫദാലിക 50 വമിഅത്തുൻ ബില്ലിസാൻ, അത് നാവിൽ അങ്ങനെ ഒരു നിസ്കാരത്തിന് ശേഷം ഈ 10 തവണ ഈ 3 ദിക്റുകൾ ഒരു ദിവസത്തിൽ 150 തവണ ഈ ദിക്റുകൾ പറഞ്ഞതായി. വഅൽഫുൻ വഖംസുമിഅത്തിൻ ഫിൽ മീസാൻ, മീസാനിലാണെങ്കിലോ അത് 1500ഓളം കനം തൂങ്ങുന്നതാണ്. എന്നിട്ട് രണ്ടാമത്തെ കാര്യം പറഞ്ഞു, വയുകബ്ബിറു അർബഅൻ വസലാസീന ഇദാ അഖദ മൽജഅഹു, അവനവന്റെ കിടപ്പറയിലെത്തിയാൽ 34 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുക. വയഹ്മദു സലാസൻ വസലാസീൻ, 33 തവണ അൽഹംദുലില്ലാഹ് എന്ന് പറയുക. വയുസബ്ബിഹു സലാസൻ വസലാസീൻ, 33 തവണ സുബ്ഹാനല്ലാഹ് എന്നും പറയുക. ഫതിൽക മിഅത്തുൻ ബില്ലിസാൻ, അത് നാവുകൊണ്ട് 100 തവണ പറഞ്ഞ ദിക്റുകളായി. വഅൽഫുൻ ഫിൽ മീസാൻ, മീസാനിൽ അത് 1000 കനം തൂങ്ങുന്നതാണ്. ഫലഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅഖിദുഹാ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കൈകൊണ്ട് ഇതിങ്ങനെ എണ്ണുന്നത് ഞാൻ കണ്ടു എന്ന് ഈ സഹാബി പറയാണ്. അപ്പോൾ ഈ ഹദീസിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ, നിസ്കാരത്തിന് ശേഷമുള്ള നമ്മൾ സാധാരണ ചൊല്ലാറുള്ള തസ്ബീഹകളുണ്ട്, 33 33 33, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ രൂപത്തിലും അതല്ലാതെ വ്യത്യസ്ത രൂപത്തിലും വന്നിട്ടുണ്ട്. അതിലുള്ള ഒരു രൂപമാണ് 10 തവണ സുബ്ഹാനല്ലാഹ്, 10 തവണ അൽഹംദുലില്ലാഹ്, 10 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുക. അതുപോലെ 25 തവണ സുബ്ഹാനല്ലാഹ്, 25 തവണ അൽഹംദുലില്ലാഹ്, 25 തവണ അല്ലാഹു അക്ബർ, 25 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇങ്ങനെയൊക്കെ വ്യത്യസ്ത രൂപത്തിൽ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു രൂപമാണ് നിസ്കാരത്തിന് ശേഷം 10 തവണ ഈ 3 ദിക്റുകൾ ചൊല്ലുക എന്നുള്ളത്. രണ്ടാമത്തേത് കിടക്കുന്ന സമയത്താണ്. നമ്മൾ കഴിഞ്ഞ ഹദീസുകൾ പറഞ്ഞതുപോലെ ഫാത്തിമ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതുപോലെ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കൈഫ ഹുമാ യസീറുൻ വമൻ യഅമൽ ബിഹിമാ ഖലീലുൻ, എന്താണ് റസൂലേ നിങ്ങൾ പറയാൻ കാരണം? ഇത് രണ്ടും എളുപ്പമാണ്, പക്ഷെ ചെയ്യുന്ന ആളുകൾ കുറവാണെന്ന് പറയാൻ എന്താ കാരണം? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅതി അഹദകും യഅനി അശ്ശൈത്താനു ഫീ മനാമിഹി, ഒരാൾ ഉറങ്ങാൻ കിടക്കുന്ന ആ സന്ദർഭത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുക്കിലേക്ക് ശൈത്താൻ വരും. ഫയുനവ്വിമുഹു ഖബ്ല അൻ യഖൂലഹു, ഈ ദിക്റുകൾ അഥവാ ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറയുന്നതിന് മുമ്പ് നിങ്ങളെ ഉറക്ക് വരുത്തുന്ന അല്ലെങ്കിൽ ഉറക്കത്തിലേക്ക് വരുത്തുന്ന ആ അവസ്ഥ ഉണ്ടാകും. പിശാച് അത് ചെല്ലാൻ മറപ്പിച്ച് ഉറക്കത്തിലേക്ക് വരുത്തും. വയഅതീഹി ഫീ സ്വലാത്തിഹി ഫയുദക്കിറുഹു ഹാജതൻ ഖബ്ല അൻ യഖൂലഹാ, നിസ്കാരത്തിന് ശേഷം ഈ ദിക്റുകൾ ചെല്ലാൻ നിൽക്കുമ്പോൾ അത് ചൊല്ലുന്നതിന് മുമ്പ് തന്നെ വേറെന്തോ ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റിക്കാനും പിശാച് ശ്രമിക്കും. അതുകൊണ്ടാണ് ഇത് എളുപ്പമാണെങ്കിലും ചെയ്യുന്ന ആളുകൾ കുറവായിരിക്കും എന്ന് പറയാനുള്ള കാരണം. ഇതിന്റെ വേറെ റിവായത്തിൽ ഈ പറഞ്ഞല്ലോ, നിസ്കാരത്തിന് ശേഷം 10 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ മീസാനിൽ അൽഫുൻ വഖംസുമിഅ ഫിൽ മീസാൻ എന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വയ്യുക്കും യഅമലു ഫിൽ യൗമി വല്ലൈല 2500 സയ്യിഅ, നിങ്ങളിൽ ആർക്കാണ് ഒരു ദിവസത്തിൽ 2500 പാപം ചെയ്യുന്ന ആളായിട്ട് ആരാ ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അതായത് ഇത് ചൊല്ലിയാൽ തന്നെ മീസാനിൽ 1500ഓളം കനം തൂങ്ങുന്നുണ്ട്. അപ്പൊ പിന്നെ പാപങ്ങളുടെ കനം തൂങ്ങണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യണം? പാപം ചെയ്ത ആളായി മാറണം. അപ്പൊ അത്രയും പ്രതിഫലമുണ്ട് എന്ന് അറിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. وعن أبي هريرة رضي الله عنه
عن النبي صلى الله عليه وسلم قال മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഖാല ഹീന യഅവി ഇലാ ഫിറാശിഹി ആരെങ്കിലും അവന്റെ കിടപ്പറയിൽ എത്തിക്കഴിഞ്ഞാൽ കിടക്കാനായി എത്തിക്കഴിഞ്ഞാൽ അവൻ പറയുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ ദുആ പിന്നെ ഈ ദിക്റുകൾ ഇത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗുഫിറത് ലഹു ദുനൂബുഹു ഔ ഖതായാ വഇൻ കാനത് മിസ്ല ജബദിൽ ബഹർ അവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അതൊരു കടലിലെ തിരമാലകളുടെ നുരയോളമുണ്ടെങ്കിലും പുറത്തു കൊടുക്കുമെന്ന്. റിവായത്തിൽ ഗുഫിറത് ലഹു ദുനൂബുഹു ലൗ കാനത് അക്സർ മിൻ ജബദിൽ ബഹർ അതേ ആശയത്തിൽ തന്നെ. അപ്പോൾ ഇതും രാത്രി കിടക്കുമ്പോൾ ചൊല്ലാവുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ദിക്റുകളാണ്. ഇത് വ്യത്യസ്തമായിട്ടുള്ള ധാരാളം ദുആകളും ദിക്റുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ദുആകളൊക്കെ മാറി മാറി ചൊല്ലുക എന്നുള്ളത് അതിന്റെ ആശയത്തെ മനസ്സിലാക്കാനും അത് ശ്രദ്ധയോടുകൂടി ചൊല്ലാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ജീവിപ്പിക്കാനും എല്ലാം കാരണമാകുന്നതാണ്. عن أبي عبد الرحمن الحبلي قال أخرج إلينا عبد الله بن عمرو قرطاسا وقال كان رسول الله صلى الله عليه وسلم يعلمنا ഒരിക്കൽ അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു ഒരു ഏടുമായി കൊണ്ടുവന്നു. ഈ താബിഈ പറയാണ് ഒരു ഏടുമായി ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് അതിൽ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. യഖൂൽ എന്നിട്ട് പറഞ്ഞു അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർദ് ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ച അല്ലാഹുവേ ആലിമൽ ഗൈബി വശഹാദ രഹസ്യവും പരസ്യവും ദൃശ്യവും അദൃശ്യവും എല്ലാം അറിയുന്നവനെ അൻത റബ്ബു കുല്ലി ഷൈഇൻ നീ എല്ലാത്തിന്റെയും റബ്ബാണ് വ ഇലാഹു കുല്ലി ഷൈഇൻ നീ എല്ലാത്തിന്റെയും ഇലാഹാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നീ അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അഊദു ബിക മിനശ് ശൈത്താനി വശിർകിഹി ഞാൻ നിന്നോട് രക്ഷ തേടുന്നു പിശാചിൽ നിന്നും പിശാച് നയിക്കുന്ന ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നുമെല്ലാം വഅഊദു ബിക അൻ അഖ്തരിഫ അലാ നഫ്സി സൂഅൻ വഅജുറഹു ഇലാ മുസ്ലിം ഞാൻ എൻ്റെ സ്വന്തത്തിനോ അല്ലെങ്കിൽ വേറെ ഒരു മുസ്ലിമിനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപദ്രവം അതിലേക്ക് നയിക്കുന്നതിലോ വരുത്തുന്നതിൽ നിന്നും രക്ഷ തേടുന്നു എന്നുള്ള ഈ ദുആ ഇത് പഠിപ്പിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് ഖാല അബു അബ്ദുറഹ്മാൻ ഉദ്ധരിച്ച താബീ പറയാണ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുഹു അബ്ദുല്ലാഹ് ഇബ്നു അംർ യഖൂലു ദാലിക ഹീന യുരീദ് അയ്യനാം ഇത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്വഹാബിയെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. മറ്റൊരു ദുആ വഅൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല ഇദാ അവ ഇലാ ഫിറാശിഹി ആരെങ്കിലും ഒരാൾ കിടപ്പറയിൽ എത്തിക്കഴിഞ്ഞാൽ ഉറങ്ങാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ അവൻ പറയുകയാണ് അൽഹംദുലില്ലാഹില്ലദീ കഫാനി വ ആവാനി അല്ലാഹുവിന് സ്തുതി ഞങ്ങൾക്ക് മതിയായവൻ ഞങ്ങൾക്ക് അഭയം നൽകുന്നവൻ വൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി അല്ലാഹുവിന് സ്തുതി ഞങ്ങളെ ഭക്ഷിപ്പിച്ചവൻ ഞങ്ങൾക്ക് വെള്ളം നൽകിയവൻ വൽഹംദുലില്ലാഹില്ലദീ മന്ന അലയ്യ ഫഅഫ്ളല അല്ലാഹുവിന് സ്തുതി എൻ്റെ മേലെ ധാരാളം അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളും ചൊരിഞ്ഞവൻ എന്ന് പറഞ്ഞാൽ ഫഖദ് ഹമിദല്ലാഹ് ബിജമീഇ മഹാമിദിൽ ഖൽഖി കുല്ലിഹിം അവൻ അള്ളാഹുവിനെ സ്തുതിച്ചിട്ടുള്ളത് എല്ലാ സൃഷ്ടികളിലെയും ആ ഒരു സ്തുതിയെ ഉൾക്കൊള്ളുന്ന അത്രയും മഹത്തായ വാക്കുകൾ കൊണ്ടാണ് അള്ളാഹുവിനെ സ്തുതിച്ചിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അപ്പൊ ഈ ദുആകളെല്ലാം അദ്കാറിന്റെയും മറ്റുമെല്ലാം കിതാബുകളിൽ നമുക്ക് കാണാവുന്നതും പഠിക്കാവുന്നതുമാണ്. അപ്പൊ രാത്രി ഉറങ്ങാൻ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് അഖുൽ മൗത്താണ്, മരണത്തിലേക്ക് പോകുന്നത് പോലെയുള്ളതാണ്. അള്ളാഹു തആല റൂഹിനെ ഏറ്റെടുക്കുന്നതാണ്. പിന്നീട് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അത് തിരിച്ചു നൽകുന്നത്. അപ്പൊ ഏറ്റവും നല്ല അവസ്ഥയിലായിരിക്കണം നമ്മൾ ഉറങ്ങാൻ കിടക്കേണ്ടത്. അതിന് ഈ ദിക്റുകളും ഈ ദുആകളും എല്ലാം ഏറ്റവും ഉപകരിക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം പഠിക്കാനും പകർത്താനും ശ്രമിക്കുക. ബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.